അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ അറിയുക എന്ന ദൗത്യ നിർവഹണത്തിൻ്റെ വഴിയിലാണ് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം അവസാനം സൂചിപ്പിച്ചത് മനുഷ്യ മനസ്സിൻ്റെ വ്യവഹാര ദൂഷ്യങ്ങളിൽ ചിലതിനെ സംബന്ധിച്ചാണ്. മനുഷ്യൻ്റെ മനസ്സിന് ചില ദൂഷ്യങ്ങളുണ്ട്, ഷർറുൻ നുഫൂസുണ്ട് എന്ന കാര്യം, മനസ്സിന് ചില ദ്രോഹങ്ങളുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിച്ചു വെച്ചത്. ഇങ്ങനെ മനസ്സിന് നമുക്ക് ദ്രോഹം വരുത്താനൊരു സാധ്യതയുണ്ടെന്ന്, അങ്ങനെ ഒരു സ്വഭാവം അതിനുണ്ടെന്ന് തിരിച്ചറിയുന്നത് അറിയണം. ആ ഒരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പലരും സംശയിക്കുന്നുണ്ടാകും, അള്ളാഹുവിനെ അറിയുവാനുള്ള ഈ നമ്മുടെ ദൗത്യത്തിൽ എന്തിനാണ് മനസ്സിൻ്റെ വ്യവഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന്. തീർച്ചയായും ഇതിന് ഗൗരവമുണ്ട്. ഇത് തിരിച്ചറിയേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ആത്മീയ ചിന്തകൾക്ക് തടയിടാൻ മനസ്സിന് കഴിയും. മനസ്സിനങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റിൽ നിന്നും അകറ്റി നിർത്താൻ കഴിയും. നമുക്കല്ലാഹു നൽകിയിരിക്കുന്ന നിരവധി നിഅമത്തുകളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ നമ്മിലേക്ക് കടത്തിവിടും. എപ്പോഴും അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം, നന്ദി കാണിക്കുന്നതിന് പകരം പരാതികളും പരിഭവങ്ങളുമായി മാത്രമായിരിക്കും നമ്മുടെ ഇടപാടുകളും പ്രവർത്തനങ്ങളും വാക്കുകളും. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതിയെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് അള്ളാഹുവിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഈ വിഷയത്തെ നാം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂചിപ്പിച്ചതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാരോപദേശം ചെയ്യുന്ന ഓരോ നിമിഷത്തിലും ആമുഖമായി പറഞ്ഞിരുന്ന ആ വചനങ്ങൾ ഒന്നാണ് വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന. അള്ളാഹുവിൽ ഞങ്ങൾ അഭയം തേടുകയാണ്, ശരണം പ്രാപിക്കുകയാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ ശുറൂറുകളിൽ നിന്ന്, ദ്രോഹങ്ങളിൽ നിന്ന് എന്ന് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ടായിരുന്നുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാരോപദേശം നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഗതി നമുക്ക് അറിയേണ്ട അത്യാവശ്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഉള്ളിൽ പ്രവേശനമുള്ള രണ്ട് ദുശക്തികളുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിവുള്ള രണ്ട് ശക്തികൾ. അതിലൊന്ന് ഏതാണ് നമുക്കറിയാം, ഇബ്ലീസ്. നമ്മുടെ ഉള്ളിൽ, ഹൃദയങ്ങളിൽ പ്രയാസങ്ങളുണ്ടാക്കുന്ന, ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്ന, ദുഷ്ടചിന്തകൾ ഉണ്ടാക്കുന്നവനാണ് ഇബ്ലീസ്. ആ ഇബ്ലീസിനെ പറ്റി നമുക്കറിയാം. എന്നാൽ രണ്ടാമതൊരു ശക്തി, അങ്ങനെ നമ്മുടെ ഉള്ളിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന, ഷർറുകൾ വരുത്തുന്നതുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തിആദത്തിന് വേണ്ടി, മുഅവ്വദത്താനി അഭയം തേടാനുള്ള, റബ്ബിൽ അഭയം പ്രാപിക്കുവാൻ വേണ്ടി അവതരിപ്പിച്ച രണ്ട് സൂറകളുണ്ട്. സൂറത്തുൻ നാസ്, സൂറത്തു അൽ ഫലഖ്. ആ രണ്ട് സൂറത്തുകളും രാവിലെയും വൈകുന്നേരവും കിടക്കുന്നതിന് മുമ്പും ഓരോ നമസ്കാരത്തിന് ശേഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പതിവായി പാരായണം ചെയ്യാൻ, അഭയം തേടാൻ നമ്മോട് കൽപ്പിച്ച രണ്ട് സൂറകളാണ്. ഗൗരവമുള്ളതാണിത്. അതിൽ സൂറത്തുൻ നാസിനെ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ നിന്ന് മനസ്സിലാകും രണ്ടാമതൊരു ദുഷ്ടശക്തി നമ്മിൽ പ്രവർത്തിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിപ്പിക്കുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാക്കിത്തരും. ആ സൂറയിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ, നീ പറയൂ, നീ പറയണം. എന്താണ് പറയേണ്ടത്? അഊദു ബിറബ്ബിൻ നാസ്, സർവ മനുഷ്യരുടെയും റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, രക്ഷ തേടുന്നു, ശരണം പ്രാപിക്കുന്നു. സർവ മനുഷ്യർക്കും ഒരേ ഒരു റബ്ബ്, ആ റബ്ബിൽ അഭയം പ്രാപിക്കുന്നു. മലിക്കിന്നാസ്, സർവ മനുഷ്യരുടെയും മലിക്കിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, രാജാവ്.
സർവ മനുഷ്യരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഭരിക്കുന്ന, നമ്മെ ഓരോരുത്തരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ്, നീതിമാനായ ഒരു റബ്ബ്, ഭരണകർത്താവ്, ആ റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഇലാഹിന്നാസ്, സർവ മനുഷ്യരുടെയും ഇലാഹിൽ, ഒരേ ഒരു ഇലാഹാണ് സർവ മനുഷ്യർക്കുമുള്ളത്. ദൈവമായിട്ടുള്ളവനായി ഒരേ ഒരു ഇലാഹ് മാത്രമാണുള്ളത്. ഒരേ ഒരു ആശ്രയമാണ് മനുഷ്യനുള്ളത്. ആ ഏക ആശ്രയത്തിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. എന്തിൽ നിന്നാണ് അഭയം പ്രാപിക്കുന്നത്? മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, മിൻ ഷർറിൽ നിന്നാണ്. വസ്വാസ് നടത്തുന്നവൻ്റെ ഷർറ്. ആരാണ്? ഖന്നാസ്, പിൻവാങ്ങി ഒഴിഞ്ഞു പോകുന്ന, അപ്രത്യക്ഷമാകുന്ന, പിൻവാങ്ങി അപ്രത്യക്ഷമായി പോകുന്ന, വസ്വാസ് നടത്തി അപ്രത്യക്ഷമായി പോകുന്നവൻ്റെ ഷർറിൽ നിന്ന് ഞാൻ അഭയം പ്രാപിക്കുന്നു. റബ്ബിൽ, ഇലാഹിൽ, മലിക്കിൽ. അല്ലദീ യുവസ്വിസു, അവൻ വസ്വാസ് ഉണ്ടാക്കുന്നത്. എന്താണ് വസ്വാസ് എന്ന് തുടർന്ന് നമ്മൾ സംസാരിക്കേണ്ടതാണ് വിശദമായി. വസ്വാസിനെ പറ്റി അതിൻ്റെ തെറ്റിദ്ധാരണകൾ തീരേണ്ടതുണ്ട്. വസ്വാസ് എന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ആശയം, ദുഷ്ട ചിന്തകൾ ഇട്ട് തരിക എന്ന് വേണമെങ്കിൽ പറയാം. വസ്വാസ് ഇട്ട് തരുക, ദുഷ്ടചിന്തകൾ ഇട്ട് തരുന്ന, ദുർമന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. മിൻ ശർരിൽ വസ്വാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്, മനുഷ്യൻ്റെ സദറുകളിൽ, ഹൃദയങ്ങളിൽ, നെഞ്ചകത്ത് വസ്വാസ് ഉണ്ടാക്കുന്നവൻ. ആരൊക്കെയാണത്? മിനൽ ജിന്നത്തി വന്നാസി, മനുഷ്യരിൽ പെട്ട, ജിന്നുകളിൽപ്പെട്ട. ജിന്നുകളിലുണ്ട്, മനുഷ്യരിലുമുണ്ട്. മനുഷ്യരിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് ശല്യം ചെയ്യുന്നവനാര്? ഷർറ് വരുത്തുന്നവനാര്? വസ്വാസ് ഉണ്ടാക്കുന്നവനാര്? ഇതൊരു ചോദ്യമാണല്ലോ. എനിക്ക് മറ്റൊരുത്തൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുമോ? മനുഷ്യനായ എനിക്ക്, മനുഷ്യരായ നിങ്ങൾക്ക് എൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കാൻ കഴിയുമോ? ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുമോ? ആർക്കെങ്കിലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഈ ഒരു സംശയം തീരേണ്ടതല്ലേ? എന്താണ് ഇങ്ങനെ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉണ്ടാക്കി പലതും വസ്വാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മുടെ കാതുകളിൽ ചിലർ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചില ആളുകൾക്ക് നമ്മൾ കാതുകളിൽ ചിലർ സംസാരിച്ചു കൊടുക്കുന്നു. അങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുക എന്നതാണ് നാം ചെയ്യുന്നത്. കാണിച്ചു കൊടുക്കുക എന്നതാണ് നാം ചെയ്യുന്നത്. ഇന്നത് കണ്ടോ, ഇതാ ഇങ്ങനെ, ഇത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കാതുകളിൽ മന്ത്രിക്കുന്നവർ, ആശയങ്ങൾ ഇട്ടു തരുന്നവർ, ചില ചിന്തകൾ ഇട്ടു തരുന്നവർ, ആ ചിന്തകൾക്ക് പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്നവർ. ഇതാ വിട്ടുകളയണ്ട, ഇത് ഗൗരവമുണ്ട്, ഇത് നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ചെവികളിൽ മന്ത്രം നടത്തുന്ന, പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, അത് നമുക്ക് പരിചയമുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പരിചയമുണ്ട്. എന്താണ് പറയുന്നത് എന്ന് തിരിച്ചറിയാത്തവർ അതിൻ്റെ പിന്നാലെ പോകും. എന്താണ് ഈ കേൾക്കുന്നതിനെ, ഈ കാണുന്നതിനെ മനസ്സ് ചെയ്യുന്ന പണി എന്താണ്? അതാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് മനസ്സിൻ്റെ ജോലി എന്താണെന്ന് തിരിച്ചറിയേണ്ടത്. ഓരോ കേൾക്കുന്നതിനെയും കാണുന്നതിനെയും ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി, നമ്മുടെ ഉള്ളിലേക്ക് അതൊരു വിഷയമാക്കി കൊണ്ടുപോകുന്ന ശക്തിയാണ് നമ്മുടെ മനസ്സ്. നാം കേട്ടത്, നാം കണ്ടത്, അതൊരു ദുഷ്ട ഊർജമായി, നെഗറ്റീവ് എനർജിയായി ഉള്ളിൽ കടന്നുകൊണ്ടേയിരിക്കും. കേട്ടത് വീണ്ടും കേൾപ്പിക്കുന്ന, കണ്ടത് വീണ്ടും 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 കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അതൊരു നിമിഷത്തിലാണ് കണ്ടത്, അത് കേട്ടത് ഒരു മിനിറ്റാണ്. പക്ഷേ വീണ്ടും വീണ്ടും രാവും പകലും ഇത് വീണ്ടും കാണിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ശക്തി, ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലുണ്ട്. ആ കണ്ടതിനെ അത് വലുതാക്കി സൂം ചെയ്ത് കാണിക്കും, ഒന്ന് കളർഫുള്ളാക്കി വലുതാക്കും. ആ കേട്ടതിനെ അതിലേറെ ഒരു കളർഫുൾ കൊടുത്തിട്ട്, ഒന്ന് നിറം കൊടുത്ത്, അതിന് ഒരു ക്ലാരിറ്റി കൊടുത്ത്, വല്ലാതെ ഒരു വ്യക്തമായ ഒരു ചിത്രമാക്കി, ആ വ്യക്തതയെ ഒരു ശക്തമായ ചിത്രമാക്കി മാറ്റി. ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ഒരു ശക്തി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ളതാണ് ഈ ശക്തി.
കേട്ടതിനെ ഉള്ളിലേക്ക് വലിച്ചു പോകുന്നവൻ, കണ്ടതിനെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഈ ഒരു ശക്തി ഉണ്ടെന്ന ബോധം നമുക്കുണ്ടാകണം. അങ്ങനെ ഉള്ളിൽ അലയൊലികൾ ഉണ്ടാക്കുന്നു. കേട്ടത് ഒരു ചെവി കൊണ്ടാണെങ്കിൽ, കണ്ടത് കണ്ണുകൊണ്ടാണെങ്കിൽ അതിന് ഉള്ളിൽ ഒരു വിഷയമാക്കി അലയൊലികളാക്കി ഹൃദയത്തിനെ വൈകാരികമാക്കി മാറ്റുന്ന, നമ്മുടെ എല്ലാ സമാധാനത്തിൻ്റെയും സ്വസ്ഥതയും കെടുത്തിക്കളയുന്ന, ശാന്തിയെ നഷ്ടപ്പെടുത്തി കളയുന്ന, പ്രതികാരദാഹവും അതേ ശത്രുതയും വളർത്തി വെക്കുന്ന ചിലതാക്കി മാറ്റുന്ന, അങ്ങനെ പറഞ്ഞ് ആ കേട്ടതിനെ വിട്ടുകൊടുക്കരുത്, താഴ്ന്നു കൊടുക്കരുത്. അത് നിന്നെ നിലംപരിശാക്കും, നിന്നെ അത് തറപറ്റിക്കും. അതുകൊണ്ട് വിട്ടുകൊടുക്കരുത്, കുറഞ്ഞു കൊടുക്കരുത്, തിരിച്ചടിക്കണം, അവനെ കരുതണം, ഇവനെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് പലതും ഉള്ളിൽ ഒരു സന്ദേശമാക്കി, ചിന്തകളാക്കി, മന്ത്രങ്ങളാക്കി മന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്ന ഉള്ളിലെ ഒരു ശക്തി. ഈ ശക്തി അത് നമ്മുടെ മനസ്സാണ്. അങ്ങനെ ഒരു മനസ്സിന് ഒരു സ്വഭാവമുണ്ടെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതാണ് യുവസ്വിസു ഫി സുദൂരിന്നാസ്. മനുഷ്യ മനസ്സുകളിൽ, സദ്റുകളിൽ വസ്വാസികൾ ഉണ്ടാക്കുന്ന രണ്ട് ശക്തികൾ, ഒന്ന് മനുഷ്യനിൽ, മറ്റൊന്ന് ജിന്നിൽ. ഈ രണ്ട് ശക്തികൾ, ഇത് രണ്ടും നാം അതിനെപ്പറ്റിയുള്ള തിരിച്ചറിവുണ്ടാകണം. പിശാച്ചേത്, മനസ്സേത്, മനസ്സിൻ്റെ ഭാഗത്തു നിന്നേത്, പിശാച്ചിൻ്റെ ഭാഗത്തു നിന്നേത്. ഒന്ന് ബാഹ്യശക്തിയാണ്, ഒന്ന് ആന്തരിക ഉള്ളിലുള്ള ശക്തിയാണ്. ഇത് രണ്ടുമുള്ള തിരിച്ചറിവുണ്ടാകണം. ഇങ്ങനെ നിരന്തരം ചിന്തകളിട്ടുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഉണർന്നിരിക്കുന്ന, ഓരോ നിമിഷത്തിലും പല നമ്മൾ അറിയാത്ത തരത്തിലുള്ള, ബോധവാനല്ലാത്ത രൂപത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ വന്ന് പലരും ചോദിക്കും, എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇതെന്തോ ഒരു സംഗതിയിലാണല്ലോ കുടുങ്ങിയത്. അങ്ങനെ നമ്മിലേക്ക് ചിന്തകൾ നിരന്തരം ഇട്ടുതന്നുകൊണ്ടിരിക്കുന്ന, അസ്വസ്ഥനാക്കിക്കൊണ്ടിരിക്കുന്ന, നമ്മെ ക്ഷീണിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, വൈകാരികമായി ചിന്തിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടെന്ന ചിന്ത, ഈ കേൾക്കുന്നതിന് എത്രത്തോളം മുഖവിലക്കെടുക്കണം, എങ്ങനെയൊക്കെ കാണണം എന്നതിനൊരു ധാർമ്മികത നമുക്കുണ്ടാകണം. ഈ ധാർമ്മികതയില്ലാത്ത മനസ്സിൻ്റെ ഷെറുകളുണ്ട് എന്ന്, ദോഷം മാത്രം വലിച്ചു കൊണ്ടുവരുന്ന ഒരു ഷെറ് ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പലർക്കും സംശയമുണ്ടാകും, പിശാചല്ലേ ഈ മന്ത്രമൊക്കെ ചെയ്യുന്നത്, പിശാചല്ലേ ഈ വസ്വാസൊക്കെ ചെയ്യുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി സൂറത്ത് ഖാഫ് നമുക്കൊക്കെ പരിചയമുള്ള സൂറ, അതിൽ വിശദീകരിക്കുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന, തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചു. നാമാണ് ഈ മനുഷ്യരൂപം, ഈ മനുഷ്യനെ സൃഷ്ടിച്ചത്. വനാലമു, നമുക്കറിയാം, മാ തുവസ്വിസു, വസ്വാസുണ്ടാക്കുന്നത്, ബിഹി, അവനോട്, നഫ്സുഹു, അവൻ്റെ നഫ്സ്, അവൻ്റെ മനസ്സ് അവനോട് വസ്വാസുണ്ടാക്കുന്നത് നാം അറിയുന്നു. അവൻ്റെ മനസ്സ് അവനോട് വസ്വാസ് ചെയ്യുന്നത്, ദുഷ്ടചിന്തകൾ ഇട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രതികാരദാഹങ്ങൾ വളർത്തുന്നത് നാം അറിയുന്നുണ്ട്. ശത്രുത ഉണ്ടാക്കുന്നത്, സ്വസ്ഥ നഷ്ടപ്പെടുത്തുന്നത്, അള്ളാഹുവിൻ്റെ നിയമത്തുകളെ തമസ്കരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാക്കുന്നത്, അവൻ്റെ ഹൃദയത്തെയും അള്ളാഹുവിനെയും മറയിടുന്ന ഒരു ദുഷ്ടശക്തി, അതിനെപ്പറ്റി മന്ത്രിക്കുന്നതിനെ, വസ്വാസിയുന്നതിനെ പറ്റി നാം അറിയുന്നു. വനഹ്നു അഖ്റബു ഇലൈഹി, നാമാണ് അവനോട് ഏറ്റവും അടുത്തിരിക്കുന്നത്. മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ ഹൃദയധമനികളെക്കാൾ നാമാണ് അവനോട് അടുത്തിരിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. എന്താണ് വസ്വാസ് എന്ന് വിശദമായി സംസാരിക്കണം. നമുക്ക് പല തെറ്റിദ്ധാരണകളും ആ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് നമ്മോട് തന്നെ നമ്മുടെ ഉള്ളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ആ ശക്തി അതാരാണെന്ന് തിരിച്ചറിയും. എന്തൊക്കെയാണ് വസ്വാസുകൾ എന്ന് തിരിച്ചറിയണം. അതിൻ്റെ ദുരന്ത അവസ്ഥകൾ എന്തൊക്കെ സംഭവിക്കും എന്ന് തിരിച്ചറിയണം. റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്ന, ബോധമുള്ള, അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്ർ സ്ഥിരമായി നിൽക്കുന്ന, അവനെപ്പറ്റിയുള്ള, അവനോടുള്ള സ്നേഹവും അവൻ്റെ കാരുണ്യവും ഒക്കെ തിരിച്ചറിയുന്ന,
ഒരു യഥാർത്ഥ മുഅ്മിനായി മാറാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ എന്താണ് വസ്വാസ്, അത് തുടങ്ങിയ മനസ്സിൻ്റെ ചില ഷർറുകൾ എന്തൊക്കെയാണ്, മനസ്സിൻ്റെ വ്യവഹാര രൂപങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടർന്ന് നമുക്ക് പരിശോധിക്കണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.